അനേകായിരങ്ങൾക്ക് ആശ്വാസമായ ഗാനമാണ് യേശു എനിക്കത്ര നല്ലവനാമെന്ന ഗാനം. ഇനി അടുത്ത ഗാനം, എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. ഈ ഗാനത്തിൻ്റെ പശ്ചാത്തലം, അവിടെ പ്രവർത്തനം ആരംഭിച്ചു, ആത്മാക്കളുണ്ടായി. അങ്ങനെ ഗ്രാമം തോറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടന്നാണ് പോയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഒരു സഹോദരൻ പറഞ്ഞു, ഇനി ബ്രദർ നടന്നു പോകണ്ട, ഒരു സൈക്കിൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഇത് 1975 ഗാനമാണ്. അങ്ങനെ സൈക്കിൾ വാങ്ങിച്ച് സൈക്കിൾ കൊണ്ട് പിന്നെ എപ്പോഴും സവാരി എല്ലാ ഭാഗത്തും എല്ലാ ഗ്രാമങ്ങളിലും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ സൈക്കിളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ അവിടെ നിൽക്കുന്നത് കണ്ടു. എന്തെന്നറിയാൻ വേണ്ടി അങ്ങനെ ആ കൂട്ടത്തിലേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ പിതാവിൻ്റെ സൈക്കിൾ പിടിച്ചു വെച്ചു അവർ. കാരണം അവിടെ സൈക്കിളിന് എല്ലാ സൈക്കിളും പിടിച്ചുകൊണ്ടിരിക്കുക. കാരണം അത് അന്നൊരു നിയമം ഉണ്ടായിരുന്നു, മുനിസിപ്പാലിറ്റി ടാക്സ് അടയ്ക്കണം, അടയ്ക്കാത്ത വണ്ടികളെല്ലാം പിടിച്ചു വയ്ക്കും. പാവം അറിഞ്ഞില്ല, അറിയാതെ പെട്ടുപോയി, സൈക്കിൾ പിടിച്ചു വെച്ചു. അവസാനം 5 രൂപയാണ് അടയ്ക്കേണ്ടത് അന്നത്തെ കാലത്ത് ടാക്സ്. കയ്യിൽ ഒറ്റ പൈസയില്ല. അപ്പോൾ അടുത്തുള്ള കടക്കാരൊക്കെ പരിചയക്കാരാണ്, ഒന്ന് പോകുന്നതല്ലേ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ആരും കടം കൊടുത്തില്ല. അവസാനം വല്ലാതെ വിഷമത്തിൽ ആ തിണ്ണലിങ്ങനെ ഇരിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ കാക്ക പോലെ ദൈവദൂതൻ പോലെ പോസ്റ്റ്മാൻ ആ പിതാവിനെ കണ്ട്, അല്ലേ പള്ളിത്തച്ച, അവിടെ അച്ഛന്ന് വിളിക്കുക, പള്ളിത്തച്ച നമുക്ക് അങ്ങനെ അറിയുള്ളൂ. പള്ളിത്തച്ച ഇവിടെ ഇരിക്കുന്ന എന്തിനാ, അച്ഛനൊരു ഒരു മണിയോട്ട് വന്നിട്ടുണ്ട്, 100 രൂപയുടെ മണിയോട്ട് വന്നിട്ടുണ്ട് പറഞ്ഞു ആ സമയത്ത്. അപ്പോൾ അത്രത്തോളം സന്തോഷമായി ആ സമയത്ത്, ഇങ്ങനെ ഒരു പ്രയാസിച്ചിരിക്കുന്ന സമയത്തല്ലേ. അങ്ങനെ ആ 100 രൂപ മേടിക്കുകയും 2 രൂപ പോസ്റ്റ്മാനും കൊടുത്ത് 5 രൂപ ടാക്സ് അടച്ച് സന്തോഷം വീട്ടിലേക്ക് കടന്നുപോയി. അതാണ് ആ പാട്ടിൻ്റെ പശ്ചാത്തലം. അതിനുശേഷം പിതാവ് ഒരു തീരുമാനമെടുത്തു, ഞാൻ ആരോടും കടം ചോദിക്കുകയില്ല. അങ്ങനെ നന്നൊരു തീരുമാനമാണ്. നമ്മുടെ ദൈവം അവന് കടക്കാരനല്ല, ആർക്കും കടക്കാരനല്ല. അവൻ സർവ്വസമ്പന്നനായ ദൈവമാണ്. സർവ്വമഹത്വം അവനിൽ വസിച്ചിരിക്കുന്നു വായിക്കുന്നുണ്ടല്ലോ. അവൻ സകലത്തിൻ്റെ ആധാരവും നമ്മുടെ കർത്താവ് തന്നെയാണ്, യാതൊരു സംശയമില്ല. സകലവും അവൻ ഉളവായി നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, അങ്ങനെയുള്ള മഹത്വ പ്രത്യാശ ക്രിസ്തു നമ്മളിരിക്കുമ്പോൾ നമ്മൾ എന്തിനും അവരോട് കടം ചോദിക്കേണ്ട കാര്യം. അങ്ങനെയാണ് ഈ വേറെ പാട്ടിലും ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പിതാവ്, പറവകൾക്കാഹാരം നൽകുവോനാം മറന്നിടാതെന്നെയും പോറ്റിയിടുമോ, പറവകൾക്കാഹാരം നൽകുവോനാം മറന്നിടാതെന്നെയും പോറ്റിയിടുമേ, പാരിലിതുപോൽ വേറാരുമില്ല കരുതുവാനായി കൈവിടാതെന്നും, പാരിലിതുപോൽ വേറാരുമില്ല കരുതുവാനായി കൈവിടാതെന്നും, ദേവസുതൻ ദയയും കൃപയും നിറഞ്ഞവൻ. പറവയെ പോറ്റും ദൈവം എന്നെയും പോറ്റില്ലയോ എന്നാണ് പിതാവ് ചോദിക്കുന്നത്. ഈ പാട്ടിലും അതിൻ്റെ അർത്ഥം വരുന്നുണ്ട്, മർത്യരാരിലും ഞാൻ സഹായം തെല്ലും തേടുകയില്ല നിശ്ചയം, ജീവനാളെ ആവശ്യങ്ങൾ അറിഞ്ഞ് ജീവനാളെല്ലാം എന്നെ നടത്തിയിടമേ. നമുക്ക് ഈ പാട്ട് മ്യൂസിക് ടീം പാടുന്നതായിരിക്കും. കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. വരുമാപത്തിൽ നൽ തുണനാ, പെരും താപത്തിൽ നൽ തണൽ താ, വരുമാപത്തിൽ നൽ തുണനാ, പെരും താപത്തിൽ നൽ തണൽ താ,
ഉം